ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. വിശാലിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കുകയാണ് പാറു. തുടർന്ന് വിശാല് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞെന്ന് മനസ്സിലാക്കുന്ന പാറു അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ വിശാല് പറയുകയാണ്, എവിടെ പോകുന്നു? ഒരു ജോലി ചെയ്താലേ അത് തീർത്തിട്ട് വേണം പോകാൻ, അതെന്ത് ജോലിയാണെങ്കിലും. ഇത് കേൾക്കുന്ന പാറു വീണ്ടും വിശാലിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കുമ്പോൾ വിശാല് ഫോൺ തന്റെ ചെവിയോട് ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്, അതെ, പച്ച കളറിനേക്കാൾ മെറൂൺ കളറാ നല്ലത്. പിന്നെ ആ കള്ളച്ചിരിയുള്ള ഫോട്ടോ ഉണ്ടല്ലോ, അത് എന്റെ ക്യാബിനിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ടേ ഒന്നും അറിയാത്ത പോലെയുള്ള മണ്ടിയെ പോലെയുള്ള ഈ നൃത്തമുണ്ടല്ലോ. ഇത് കേൾക്കുന്ന പാറു വിശാലിനെ നോക്കുമ്പോൾ വിശാൽ പറയുകയാണ്, അല്ല, മണ്ടനെ പോലെ. ഇത് കേൾക്കുന്ന പാറു മനസ്സിൽ പറയുകയാണ്, നല്ല അഭിനയം തന്നെയാണല്ലോ. അങ്ങനെ പാറു ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ വിശാൽ പറയുകയാണ്, ഇങ്ങനെയല്ല ബട്ടൺസ് ഇടേണ്ടത്. ബട്ടൺസ് ഇടേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. ഒരു ജോലി ചെയ്യുമ്പോഴേ അത് ആസ്വദിച്ച് തന്നെ ചെയ്യണം. അത്രയും പറഞ്ഞ് വിശാൽ ഷർട്ടിന്റെ ബട്ടൺസ് എല്ലാം വീണ്ടും ഊരുകയാണ്. വിശാൽ സാർ ഇതെന്താ ചെയ്യുന്നത് എന്ന് പാറു ചോദിക്കുമ്പോൾ, ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയുന്നതേ ചെയ്താൽ മതി. തുടർന്ന് പാറു വിശാലിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കുമ്പോൾ വിശാല് ഒരു പുഞ്ചിരിയോടെ പാറുവിനെ നോക്കുകയാണ്. അങ്ങനെ അതിനുശേഷം പാറു അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ പാറുവിന്റെ കൈ പിടിച്ച് നിർത്തിയിട്ട് വിശാല് ചോദിക്കുകയാണ്, അല്ല, എങ്ങോട്ടേക്ക് പോകാനാ ഇത്ര ധൃതി? അത് പിന്നെ വിശാൽ സാറേ, എനിക്ക് ചെറുതായിട്ട് പനിയുണ്ട് 2 ദിവസമായിട്ട്. ഞാനേ അടുപ്പിലൊരു കഷായം വെച്ചിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് കേൾക്കുന്ന വിശാൽ ചോദിക്കുകയാണ്, എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത്? ഞാൻ നോക്കട്ടെ പനിയുണ്ടോ എന്ന് പറഞ്ഞ് വിശാല് പാറുവിന്റെ നെറ്റിയിൽ കൈവയ്ക്കുകയാണ്. പതിയെ ആ കൈകൾ വിശാല് കവിളിലോട്ടും പാറുവിന്റെ ചുണ്ടിലോട്ടും കൊണ്ടുപോകുമ്പോൾ പാറു വിശാലിന്റെ കൈ തട്ടി മാറ്റിയിട്ട് പറയുകയാണ്, അതെ, ശൃംഗാരമൊന്നും വേണ്ട കേട്ടോ, എന്റെ കഷായം ഇപ്പൊ കരിഞ്ഞു കാണും, ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോകട്ടെ. അത്രയും പറഞ്ഞ് വിശാലിനെ തള്ളിമാറ്റി ഒരു നാണത്തോടെ പാറു അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാധികയും പാറുവും കൂടി ജാസ്മിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. എന്താ രണ്ടുപേരും കൂടി എന്റെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതാണോ എന്ന് ജാസ്മിൻ ചോദിക്കുന്നു. നിന്റെ ക്ഷേമം അന്വേഷിച്ച് വരാനും മാത്രമുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിൽ ഇല്ലല്ലോ. ഇത് കേൾക്കുന്ന ജാസ്മിൻ ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണാവോ നിങ്ങളിപ്പോ വന്നത്? വ്യക്തമായ ഒരു ഉദ്ദേശമില്ലാതെ നിന്റെ തിരുമുഖം കാണാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ല. ഇത് കേൾക്കുന്ന ജാസ്മിൻ ദേഷ്യത്തോടെ പറയുകയാണ്, നിന്ന് വാചകമടിക്കാതെ വന്ന കാര്യം പറഞ്ഞിട്ട് പോകാൻ നോക്ക്. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, നീ ആരാ നടി നിന്റെ വിചാരം? ബുദ്ധി രാക്ഷസിയോ? കൂടെ പിറപ്പിനെ ജയിലിലാക്കാൻ നീ കളിച്ച നാടകമുണ്ടല്ലോ, സൂപ്പറായിട്ടുണ്ടായിരുന്നു. പൊന്നാങ്ങള ആഴിയെണ്ണാനായി ജയിലിലേക്ക് പോയിട്ടും നിന്റെ രൂപത്തിലും ഭാവത്തിലുമൊന്നും ഒരു മാറ്റവുമില്ലല്ലോ. എന്ത് ഭാവമാറ്റം വേണമെന്നാ നീ പറയുന്നത്? ഞാനെന്താ ഇവിടെ കിടന്ന് നെഞ്ചു തടിച്ച് കരയണോ? ഒന്ന് പോടി അവിടുന്ന്. ഇതേ ജാസ്മിനാണ്. ഉടയാത്ത മനസ്സും എന്തും നേരിടാൻ ചങ്കൂറ്റവുമുള്ള ജാസ്മിനാണിത്. ജിതിൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഈ ജയിൽവാസം. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, അങ്ങനെയാണെങ്കിലേ തെറ്റ് ചെയ്യുന്നവന് കൂട്ടുനിൽക്കുന്നവനും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനും അകത്താകണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നീയും അഴിയണ്ണേണ്ടവള് തന്നെയാണെന്ന് പാറു പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, ദേ, തോന്നിവാസം പറയരുത്. എന്താ ജാസ്മിൻ, അവള് പറഞ്ഞത് ശരി തന്നെയല്ലേ എന്ന് രാധിക പറയുകയാണ്. ചതിയും വഞ്ചനയും അത്യാഗ്രഹവുമുള്ള നീ നിന്റെ ചേട്ടനെ ജയിലിലാക്കി. ഇനിയും നീ എന്തിനാ ഇവിടെ ചുറ്റിക്കറങ്ങുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, എന്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്ക് വ്യക്തമായി തന്നെ അറിയാവുന്നതല്ലേ. ഇനിയും ഞാനത് വിശദീകരിക്കണോ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, വിശാൽ സാറിനെ സ്വന്തമാക്കാനുള്ള നിന്റെ ആഗ്രഹം എന്താണെങ്കിലും നടക്കാനേ പോകുന്നില്ല. അഥവാ അങ്ങനെ നടന്നാൽ കൂടി വിശാൽ സാറിനെ വന്ന് കൊല്ലുമെന്നല്ലേ ജിതിൻ പറഞ്ഞിട്ട് പോയത്. എന്താണെങ്കിലും ഒരു പെണ്ണും വിധവയാകാൻ ശ്രമിക്കില്ലല്ലോ. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, വിശാലിനെ കൊല്ലുക എന്നുള്ളത് ജിതിന്റെ ആവശ്യമാണെങ്കിൽ വിശാലിനെ സ്വന്തമാക്കുക എന്നുള്ളത് എന്റെ ആവശ്യമാണ്. എന്താണെങ്കിലും എന്റെ ആഗ്രഹം നടന്നതിന് ശേഷമല്ലേ ജിതിൻ വിശാലിനെ കൊല്ലുകയുള്ളൂ. അങ്ങനെ സംഭവിച്ചാലും നേട്ടം എനിക്ക് തന്നെയല്ലേ എന്ന് ജാസ്മിൻ പറയുമ്പോൾ രാധിക പറയുകയാണ്, അത് വെറും വ്യാമോഹം മാത്രമാണ്. തുടർന്ന് പാറു പറയുകയാണ്, വിശാൽ സാറിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് സ്വത്തുക്കളൊക്കെ നിന്റെ പേരിലാകുമെന്നാണ് നീ കരുതുന്നതെങ്കിലേ അതൊന്നും നടക്കാനേ പോകുന്നില്ല. ഞാനെഴുതി തന്നാലല്ലേ സ്വത്തുക്കളൊക്കെ നിന്റെ കയ്യിൽ കിട്ടൂ. ഈ ഔട്ട് ഹൗസിൽ നിന്നും നിന്നെ നടുറോഡിലേക്ക് ഇറക്കിവിടാൻ മാത്രം അധികാരമുള്ളവളാണ് ഈ പാർവതിയെന്ന് നീ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അത്രയും പറഞ്ഞിട്ട് പാറു രാധികയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗാർഗി പാറുവിന്റെ അടുത്തേക്ക് ചെന്ന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതാണ്. എന്താണെങ്കിലും നിന്റെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചവരെ നീ കൈയോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചല്ലോ, നല്ല കാര്യം തന്നെ. പക്ഷേ കൂട്ടുപ്രതി ഇപ്പോഴും പുറത്താണെന്ന് നിനക്ക് ഓർമ്മ വേണം. കൂടാതെ നിന്നെ തകർക്കാനും അവർ പലതും നോക്കും. അതുകൊണ്ട് നീയും കരുതലോടെ വേണം എപ്പോഴും നടക്കാനെന്നും ഗാർഗി പറയുന്നു. എന്താണെങ്കിലും എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇവിടെയുള്ള നല്ല ആളുകൾക്കൊന്നും ദുർമരണം സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് പാറു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ്. പ്രഭാവതി പ്രതാപനോട് പറയുകയാണ്, എന്തോ നമ്മള് ശേഖരേട്ടനെ കുറിച്ച് സംസാരിച്ച പിന്നെ എനിക്കെന്തോ വല്ലാത്തൊരു പരിഭ്രമം പോലെയാണ്. ശേഖരേട്ടൻ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. ഇന്നേ വരെ ഞാനോ നീയോ അയാളെ കാണാൻ വേണ്ടി പോലും ചെന്നിട്ടില്ലല്ലോ എന്ന് പ്രഭാവതി പറയുമ്പോൾ പ്രതാപൻ ചോദിക്കുകയാണ്, ബന്ധം ഉപേക്ഷിച്ച ഭർത്താവിനെ കാണാൻ എന്തിനാ ചേച്ചി നമ്മൾ പോകുന്നത്? അങ്ങനെയല്ല പ്രതാപ, ശേഖരേട്ടന്റെ
ജയിൽ കാലാവധി കഴിയാനായിട്ടുണ്ട്. ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങാനും സാധ്യതയുണ്ട്. നീ എന്താണെങ്കിലും അത് പോയെന്ന് അന്വേഷിക്കണം. എന്തിന്? അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. ചിലപ്പോൾ അളിയൻ മരിച്ചു മണ്ണോട് ചേർന്നിട്ടുണ്ടെങ്കിലോ? അതേസമയം പ്രഭാവതിയെ വകവരുത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് ശേഖരൻ. ഒരു തിരിച്ചുവരവിനുള്ള കാത്തിരിപ്പായിരുന്നു ഈ 16 വർഷം. ഞാൻ തിരിച്ചു വന്നാൽ നീ സ്വപ്നം കാണുന്ന നിന്റെ സാമ്രാജ്യത്തിന്റെ അടിത്തറ എന്താണെങ്കിലും ഇളകിയിരിക്കും. ഇളകിയില്ലെങ്കിൽ ഞാനത് ഇളക്കി മറിക്കും. എന്റെ കാത്തിരിപ്പിന്റെ ലക്ഷ്യമേ അത് തന്നെയാണ് എന്നൊക്കെ ശേഖരൻ പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.